നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കിണറ്റിൽ വീണ കാട്ടാനയെ 10 മണിക്കൂർ കഴിഞ്ഞിട്ടും കരയ്ക്ക് കയറ്റാനായിട്ടില്ല. നഷ്ടപരിഹാര തുക സംബന്ധിച്ച് സ്ഥലം ഉടമയുമായി ധാരണയിലെത്താൻ കഴിയാത്തതാണ്. മണ്ണുമാന്തി യന്ത്രം ഇതുവരെയും സ്ഥലത്തെത്തിക്കാനുമായിട്ടില്ല. കിണറ്റിൽ ഭിത്തി ഇടിച്ച് സ്വയം പുറത്തെത്താനാണ് കാട്ടാനയുടെ ശ്രമം. അതേസമയം ആനയെ മയക്കുവെടി വെക്കണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. കഞ്ഞിവെച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ആനയുടെ രഹസ്യമായിട്ട് ഇവിടെ ആകാരിയാവും. ഇവിടെ ജനസംഖ്യയുള്ള ഏറിയ ഈ ആന കയറി കഴിഞ്ഞാൽ പണിക്കാരൻ അവിടെ കൊല്ലും. തെറ്റാണ്. ആനയുടെ മയക്കോടി വെക്കണം. എന്തുകൊണ്ട് മയക്കോടി വെച്ചുകൂടാ? ഇത് ന്യായമായ ആവശ്യമില്ല. ഈ ആനകൾ ഏറ്റവും ചത്തുപോകും. ഇവിടെ ആൾക്കാർ ചത്തിരിക്കും. ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങളെ മൊത്തം ഞങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ മൊത്തം ഇവിടെ വിഷയമല്ല. ഞങ്ങൾ 8 കൊല്ലായി അനുഭവിക്കുന്നത്. 8 കൊല്ലായി അവരെല്ലാം മുങ്ങിയെടുക്കുക. നമ്മളെ ചർച്ച വേണം. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാം? ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടില്ല. അവരെ ഇറങ്ങി പോകാനേ. ആന ഇറങ്ങിയാൽ ഞങ്ങളിറങ്ങി ആനയെ തടയും. ഞങ്ങളെ കൊന്നാലും വേണ്ടില്ല. ആന ഞങ്ങൾ വിടുന്നില്ല. ഈ പ്രാവശ്യം ആനയുടെ മയക്കി പിടിച്ച് വിടാൻ ഞങ്ങൾ തർക്കമില്ല. എല്ലാവരും വന്നു ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവരെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞാൽ അതൊന്നും അവർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ആനനെ എവിടെ കയറ്റിക്കൊണ്ട് പൊക്കോളാം എന്നാണ് പറയുന്നത്. അത് പണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. അവരുടെ പണ്ടില്ലെന്നാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ്സാണ്. കാരണം ഇവിടെ ഈ പഞ്ചായത്തില് ഇവിടെ 7-8 ദിവസം ചില ദിവസങ്ങളിൽ 21 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആ സമയത്തോട് നമ്മൾ കുടിവെള്ളമില്ല. കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ് കുടിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഇവർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കടമയാണ്. പക്ഷെ അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്കൊന്നുമില്ല കയറി പോകുന്നുള്ളൂ. ഇവരൊന്നും ചെയ്യാതെ കയറി പോകില്ല. അത്രയും എനിക്ക് തോന്നുന്നില്ല സാറേ. അത്രയും കൊടുത്തത്ര തരാണ് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. ഇന്നൊരു പരിഹാരം ഉണ്ടാക്കില്ല. ഇവരിപ്പോ ആ പാവത്തിന് കിടന്നളഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നഷ്ടപരിഹാരം ഇവർ കൊടുക്കില്ല. ഇത് അങ്ങോട്ടൊന്നും ഉറപ്പ് പറയുന്നില്ല. അവർക്കും ഒരുപാട് റബ്ബറുകൾ ഓടിച്ചിട്ടുണ്ട്. ഒരു കുടി കയറിയിട്ട് ഈ ചേട്ടൻ അന്യന്റെ പറമ്പിൽ ആ റബ്ബർ മൊത്തം ഒടിച്ചു വിളിച്ചു. അവരൊന്നും അതിന് കർഷകരായിട്ടൊന്നും അത് പറയണതൊന്നും ചെയ്യുന്നില്ല. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കോതമംഗലം MLA ആന്റണി ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആനയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനമായിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾ കൂടി സഹകരിച്ചേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ പിന്തുണയും സഹായവും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം. എന്നാൽ ജനങ്ങൾക്ക് ആശങ്കയുള്ളത് കൊണ്ടും പ്രയാസങ്ങളുള്ളത് കൊണ്ടും ചിലപ്പോൾ അത് പ്രതിഷേധമായി മാറുന്നുണ്ട്. പക്ഷെ നമുക്കത് ശാന്തമായ അന്തരീക്ഷത്തിൽ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുക. മയക്കുവെടി വെച്ച് ഇപ്പോൾ കിണറ്റിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ആ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഈ വാർത്ത പുറംലോകം അറിഞ്ഞ നിമിഷം മുതൽ വലിയ തോതിലാണ് ആളുകൾ വലിയ ആശങ്കപ്പെട്ടുകൊണ്ടാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ വനം വകുപ്പിന് ഈ അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ ഇവിടെ മറ്റ് ജനങ്ങൾക്ക് കാഷ്വാലിറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആളുകളുടെ ഒരു സഹകരണം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ടപ്പടിയിൽ 1, 2, 3, 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചുകൊണ്ട് 24 മണിക്കൂറിലേക്ക് 144 പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആനയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കിണറ്റിൽ ഇവിടെ
ഒട്ടേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം ഇപ്പോൾ ഇവിടെ PWD എഞ്ചിനീയർമാരടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആനക്കുളത്തിൽ നിന്നും കയറിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഡാമേജിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ, എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. അത് അടിയന്തരമായി തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അതിന്റെ നഷ്ടപരിഹാരമടക്കം അതിന്റെ അനുമതി നൽകുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കോതമംഗലം കോട്ടപ്പടിയിൽ നിന്ന്. ആജ്ഞ, ഈ ആനയെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആനയെ മയക്കുവെടി വെക്കണമെന്ന ആവശ്യം, അതോടൊപ്പം ഈ സ്ഥലം ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിലൊക്കെ ഇപ്പോൾ തീരുമാനമുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ആന്റണി ജോൺ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിഷേധം അടങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ആന്റണി ജോൺ MLA എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മയക്കുവെടി വെക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം. മയക്കുവെടി എന്നൊരു പരിഹാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ 1, 2, 3, 4 വാർഡുകളിൽ 24 മണിക്കൂർ നീളുന്ന നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോയത്, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആളുകളെ നീക്കം ചെയ്യും. പക്ഷെ ആളുകൾക്ക് ഈ ഒരു പരിഹാരം മാത്രമായിരുന്നു ഇല്ല വേണ്ടത് എന്നുള്ള തരത്തിൽ അവര് വീണ്ടും പ്രതിഷേധത്തിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ RDO അതിലിടപെട്ട ഒരു പ്രശ്ന പരിഹാരം എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇവിടേക്ക് വരുന്ന ഒരു നിലപാടാണ് ജനപ്രതിനിധികൾക്കുള്ളത് എന്നുള്ളതാണ് അവരുടെ പരാതി. അനുഭവമാകട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും നിരന്തരമായി പരാതികൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിരന്തരമായി വന്യജീവി ശല്യം ഉണ്ടായിട്ടും ഇത്തരത്തിൽ കൃഷിനാശം ഉണ്ടായിട്ടും ജനങ്ങളുടെ കാര്യത്തിൽ നടപടികൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നൊരു പരാതിയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവരാവശ്യപ്പെട്ടത് മയക്കുവെടി വെച്ച് ഇവിടെ നിന്നും ആനയെ കൊണ്ടുപോകണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. കാരണം ഇത് കടന്നു പോകുന്ന ഇതിനെത്തേണ്ടുന്ന വനമേഖലയ്ക്ക് കോട്ടപ്പുറം വനമേഖലയ്ക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 3 കിലോമീറ്റർ ദൂരത്തേക്ക് ആന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തന്നെ വേണം, അങ്ങനെ തന്നെ ആയിരിക്കും ആന കടന്നു പോകുന്നത്. ആനയെ സംബന്ധിച്ചിട്ട് അങ്ങേറ്റം പരിക്ഷീണനായി നിൽക്കുന്ന ഒരു സാഹചര്യം കാണാം. ഇപ്പൊ 12 മണിക്കൂറിന് അടുക്കുന്നു അത് ഈ കിണറ്റിൽ വീണ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ, അല്ലെങ്കിൽ കിണറ്റിൽ വീണ തരത്തിൽ ആളുകൾ മനസ്സിലാക്കിയിട്ട് 12 മണിക്കൂറോളം സാഹചര്യത്തിൽ അതിന് വിശപ്പുണ്ട്, അതുമായി പൊരുതി നിന്നതിന്റെ ക്ഷീണമുണ്ട്. അപ്പോൾ ആനയുടെ ശരീരത്തിൽ മുഴുവൻ പരിക്കുകളുണ്ട്. കിണറ്റിൽ നിന്നും കര കയറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ആനയുടെ ശരീരത്തിൽ മുഴുവൻ പരിക്കുകളുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആന ആക്രമണ സാഹചര്യം ഏറെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ മയക്കുവെടി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും അങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ 3 കിലോമീറ്ററോളം സ്ഥലത്ത് ജനവാസ മേഖലയാണ്. ആളുകൾക്ക് അപായമുണ്ടായേക്കാം, കൃഷിനാശമുണ്ടായേക്കാം, മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് നാശമുണ്ടായേക്കാം. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആനയെ മയക്കുവെടി വെച്ച് വേണം വനത്തിലെത്തിക്കാൻ എന്നൊരു ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചത്. എന്തായാലും അവരുടെ പ്രതിഷേധ ഫലം കണ്ടിരിക്കുകയാണ് എന്ന് വേണം. എന്തായാലും ഉദ്യോഗവൃത്തങ്ങളാകട്ടെ സർക്കാർ സംവിധാനങ്ങളാകട്ടെ എല്ലാം ഈ ഒരു സന്നാഹം ഒരുക്കുന്നതിനുള്ള മയക്കുവെടിക്കാനുള്ള സന്നാഹം ഒരുക്കുന്നതിനുള്ള വലിയൊരു ജനക്കൂട്ടം വലിയ രീതിയിലുള്ള നാട്ടുകാർ ആ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഈ MLA നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ പിന്നോട്ട് പോയി പ്രതിഷേധത്തിൽ നിന്ന് ഈ സ്ഥലത്തു നിന്നും മാറിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചിരുന്നു, MLAയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 144 ഈ സമീപത്തുള്ള 3 വാർഡുകളിൽ, പഞ്ചായത്തിലെ സമീപത്തെ 3 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചുവെന്നാണ്. ഇത് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ്?
നേരത്തെ ടോം സ്ഥലമുടമ ഇവിടേക്ക് JCB കൊണ്ടുവരുന്നത് കടത്തിവിടില്ല, അതായത് കൃഷിനാശമുണ്ടാകും, അതുകൊണ്ട് സ്ഥലമുടമയ്ക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകണം. ഈ കിണർ നശിപ്പിച്ചു. ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ കുടിവെള്ള സ്രോതസ്സാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വറ്റാത്ത ഒരു കിണറാണ്. മറ്റുള്ള എല്ലാ ഭാഗത്തും കുടിവെള്ളമില്ലാതിരിക്കുന്ന സമയത്തും ഇവിടെ ഈ കിണറ്റിൽ വെള്ളമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന കിണറാണ്. അതുകൊണ്ട് അതിന്റെ പുനർനിർമ്മാണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃഷിനാശം മുൻപ് ഇവരുടെ അനുഭവം, അവർ പറയുന്നതനുസരിച്ച് ഇവരുടെ അനുഭവം മുൻപുള്ള നാശനഷ്ടങ്ങൾക്കൊന്നും വേണ്ട വിധത്തിൽ വനം വകുപ്പ് വേണ്ട വിധത്തിൽ നഷ്ടപരിഹാരം നൽകുകയോ കൃഷി വകുപ്പ് അതിന് വേണ്ട വിധത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ കണക്കാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഉണ്ടായ സാഹചര്യമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കിണറിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെങ്കിൽ തന്നെ ആനയെ കിണറ്റിൽ നിന്നും ഇറക്കിയ ശേഷം വേണം അതിലെ നഷ്ടപരിഹാരം കണക്കിലെടുക്കാൻ. ആനയ്ക്ക് ഇപ്പോൾ നാട്ടുകാർ ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു, ചക്കയും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇത്ര ദിവസം, ഇത്ര നേരം, ഇത്ര മണിക്കൂറുകൾ വിശന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങേറ്റം പരിക്ഷീണനാണ്. അപ്പോൾ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം, അതിന്റെ ആരോഗ്യം കണക്കിലെടുക്കണം. ചൂട് കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. ആനയുടെ ശരീരത്തിൽ മയക്കുവെടി വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ അത് കണക്കിലെടുക്കണം. ഇതൊക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മയക്കുവെടിയിലേക്ക്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു നടപടിയിൽ ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ രാത്രിയായേക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അന്തരീക്ഷത്തിൽ താപനില കുറയുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് മാത്രമേ ഈ മയക്കുവെടിയിലേക്ക് കടക്കൂ, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസായാലും മറ്റു ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ജനങ്ങളെയും അതിന്റെ സമീപത്തു നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെയും ഇവരുടെ പ്രതിഷേധമുണ്ടായിരുന്ന സാഹചര്യത്തിൽ നമ്മളെ ഉൾപ്പെടെ അതിന്റെ ഭാഗത്തുനിന്നും മാറ്റിയിരുന്നു. പ്രത്യേകിച്ചും സുരക്ഷാ സംവിധാനങ്ങൾ ആ കിണറിന്റെ വശത്തൊക്കെ ചെന്ന് ാണ് അത്തരത്തിലുള്ള നടപടി ഉണ്ടായത്. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കയറ്റാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 12 മണിക്കൂറായി കാട്ടാന കിണറ്റിൽ കിടക്കുകയാണ്. അത് സ്വയം പുറത്തെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കിണറ്റിന്റെ ഭിത്തി ഇടിച്ച് സ്വയം പുറത്തെത്താനായിരുന്നു ആനയുടെ ശ്രമം. പക്ഷേ ഇത് ഫലം കാണാതെ വന്നപ്പോഴാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകാൻ പോകുന്നത്. കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനമായിരിക്കുന്നു. അതിനുശേഷം നാട്ടുകാർ അവിടെ നിന്നും സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുന്നു. ആജ്ഞ, എന്തായാലും നാട്ടുകാരെയും മാധ്യമങ്ങളടക്കം അവിടെ നിന്ന് മാറ്റുന്നൊരു സാഹചര്യം എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉടൻ തന്നെ ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കണോ? അതോ വൈകിട്ടോടുകൂടി വൈകുന്നേരം രാത്രി ഇരുട്ടാകുമ്പോൾ സ്വാഭാവികമായി അത് വീണ്ടും രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും. അതിന് മുൻപ് തന്നെ ഇതിന്റെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ആജ്ഞ? DFO പറഞ്ഞതനുസരിച്ചിട്ട് ചിലപ്പോൾ രാത്രിയാക്കാനാണ് സാധ്യത. കാരണം ഈ ആനയെ മയക്കുവെടി വെക്കണമെങ്കിൽ ഈ പറയുന്ന അന്തരീക്ഷ താപം കുറയുന്ന ഒരു സാഹചര്യം വേണം. അതിനിടയ്ക്ക് മഴ പെയ്താൽ തന്നെ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ്. കാരണം ഈ കിണറിന്റെ വശത്തുള്ള മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആന ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു ഭീതി കൂടി ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ടെമ്പറേച്ചർ ശരിയായ നിലയിലേക്ക് വരാതെ ഈ മയക്കുവെടി എന്നൊരു പ്രൊസീജിയറിലേക്ക് കടക്കാനാകില്ല എന്നാണ് DFO ശ്രീനിവാസ്. അങ്ങനെ ഒരു സാഹചര്യം ഇതൊരു ടാസ്ക് ആയിട്ട് നിലനിൽക്കാൻ ചൂട് സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നൊരു ഭീതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് മറ്റ് ചില പ്രതിഷേധങ്ങൾക്കും മറ്റ് സാഹചര്യങ്ങളിലേക്ക് നയിക്കുമെന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. അങ്ങനത്തെ ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് വേണം ഈ ഒരു ഉദ്യമം പൂർത്തീകരിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ട് കുറച്ചു നേരം ഫ്രീസായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ശരിക്കും ഇപ്പോഴുള്ളത്. എന്തായാലും 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉടനടി ഇവിടുന്ന് ആളുകളെ നീക്കം ചെയ്യുമെന്ന് തന്നെയാണ്
മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മളോടൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിമിഷങ്ങൾക്ക് ഇവിടുന്ന് എല്ലാവരെയും മാറ്റുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പ്രതിഷേധം ഒട്ടൊന്ന് ശമിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആന്റണി ജോൺ MLA യും എൽദോസ് കുന്നപ്പള്ളി MLA യും ഇപ്പോൾ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം പിന്നെ ഒരു സമവായം കണ്ടെത്താൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് അവർ ചർച്ച എന്താണ് ഇതിനുള്ള മിനിറ്റ്സ് വായിച്ചത്. അത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ പോലീസ് അനൗൺസ് ചെയ്യുകയാണ്. ഇവിടുന്ന് 144 പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവരും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം. സാഹചര്യത്തിൽ എല്ലാവരും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം എന്നൊരു നാട്ടുകാർ സഹകരിക്കുന്നുണ്ടോ? ഈ പോലീസിന്റെ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ? സാർ പറഞ്ഞല്ലോ ആളില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ചില പ്രതിഷേധങ്ങൾ ചില ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ടോം. ആ ഒരു സാഹചര്യം കൂടി പോലീസിന് അതിന് ഈ കോട്ടപ്പടി പഞ്ചായത്ത് 1, 2, 3, 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. പോലീസ് നാട്ടുകാരുടെ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെയും സ്ഥലത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യം. അതായത് ഇന്ന് തന്നെ വൈകിട്ടോടുകൂടി കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റാനുള്ള ശ്രമം ആരംഭിക്കും. മയക്കുവെടി വെക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അറിയേണ്ടത്, ആജ്ഞ രവീന്ദ്രൻ ഇപ്പോഴും അറിയേണ്ടത്, നേരത്തെ ഈ മണ്ണുമാന്ത്രി യന്ത്രം ഈ സ്ഥലത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കമുണ്ടായിരുന്നു. സ്ഥലം ഉടമയുമായി ഇത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടോ? അദ്ദേഹത്തെ കൂടി അനുനയിപ്പിച്ച് മാത്രമേ ആ രീതിയിലുള്ള ഈ JCB ആ സ്ഥലത്ത് എത്തിക്കുന്നതുമായ ഒരു നടപടിയിലേക്ക് വനംവകുപ്പും പോലീസും കടക്കുകയുള്ളൂ? അതോ ഒരു ഈ പ്രതിഷേധമൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കുമോ തീരുമാനം പോലീസിന്റെ? പ്രഖ്യാപിച്ചാൽ പിന്നെ പോലീസിന് അടുത്ത നടപടിയെ ഇതും ലംഘിക്കുന്ന ആളുകളുടെ നേരെ നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിനുള്ള അനൗൺസ്മെന്റ് പോലീസ് നടത്തി കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വനവാദിയന്ത്രം കൊണ്ടുവരാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ നൈസവടി വെച്ചാൽ മറ്റ് സന്നാഹങ്ങൾ എന്തൊക്കെയാണ്? ആന ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള സന്നാഹങ്ങൾ ഒരുക്കണം. അത് നേരത്തെ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ചിയാനെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളുണ്ട്. ആളുകൾ ഈ പോലീസിന്റെ ആയാലും ജനപ്രതിനിധികളുടെയും സമവായ ചർച്ചയോട് യോജിക്കാത്ത പല ആളുകളും ഇപ്പോഴും ഉണ്ട്. നമുക്ക് പിന്നീട് ഇപ്പോഴും ആ ഒരു പ്രതിഷേധ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അത്തരത്തിൽ ഇപ്പോഴും ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാർക്ക് അതിന് വഴങ്ങിയേ പറ്റൂ. അല്ലെങ്കിൽ പോലീസ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസിന് കടക്കാം എന്നൊരു അർത്ഥം കൂടി അതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അവരെല്ലാവരോടും വളരെ സംയമനത്തോടെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കിയാൽ മാത്രമേ ആനയെ അവിടുന്ന് കയറ്റാൻ പറ്റൂ എന്നാണ് മനസ്സിലാക്കുന്നത്, എന്നാണ് സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആനയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ടാസ്ക്. അത് എങ്ങനെയാണ് മയക്കുവെടി വെച്ചിട്ടാണ് എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അതിലേക്കുള്ള നടപടികളിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 12 മണിക്കൂറായി കിണറ്റിൽ കിടക്കുകയായിരുന്ന ആനയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സ്ഥലത്ത് 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ കാട്ടാനയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനമായിരിക്കുന്നു. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് മയക്കുവെടി വയ്ക്കാൻ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. 144 പ്രഖ്യാപിച്ചതായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. നാട്ടുകാരുടെ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു.
അല്ലാത്ത പക്ഷം ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ആവശ്യം അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. കാരണം കാട്ടാനെ കയറ്റുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ അത് വലിയ രീതിയിൽ ഇടയാനുള്ള സാധ്യതയുണ്ട്, ഒരു മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി വയ്ക്കണമെന്ന ആവശ്യം അവർ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം CJM കോടതി. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം CBI പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ കോടതിയിൽ അറിയിച്ചു. വസ്ത്രം കണ്ടെടുത്തിട്ടില്ലെന്ന് CBI അഭിഭാഷകനും വിശദമാക്കി. ഇതിലടക്കം വിശദീകരണം നൽകാനാണ് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CBI അന്വേഷണം അവസാനിപ്പിച്ച നടപടിക്കെതിരെയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ ജസ്ന തിരോധാന കേസിൽ ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എന്താണ്? ടോം, അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് CJM കോടതി നൽകിയത്. നേരത്തെ ഈ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത്. എന്നാൽ CBI ഉദ്യോഗസ്ഥർ പിന്നീട് വ്യക്തമാക്കിയത് പൂർണ്ണമായും ഈ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും കൂടുതൽ തെളിവുകളോ തുമ്പോ കിട്ടുന്ന മുറയ്ക്ക് വീണ്ടും അന്വേഷണം തുടരും എന്നൊരു നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ഈ അന്വേഷണം അവസാനിപ്പിച്ചുവെന്ന മട്ടിലെ റിപ്പോർട്ടിനെതിരെ ജസ്നയുടെ അച്ഛൻ പിന്നീട് CJM കോടതിയെ സമീപിക്കുകയായിരുന്നു. വീടിനുള്ളിൽ രക്തം പുരണ്ട നിലയിൽ കണ്ടെത്തിയ വസ്ത്രം അത് പരിശോധിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് കോടതി അറിയിച്ചത്. ഈ സമയം നേരത്തെ CBI ഉദ്യോഗസ്ഥർ കോടതിയിൽ വ്യക്തമാക്കിയത് അങ്ങനെ ഒരു വസ്ത്രം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന കാര്യമാണ്. ഇനിയും എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ CBI അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഹർജിയിൽ തീർപ്പുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വീണ്ടും ഹാജരാകണമെന്ന നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയതിൽ പരാമർശിച്ചിരുന്നത് ജസ്ന ജീവനോടെ ഉണ്ടോ എന്ന കാര്യം പോലും വ്യക്തമല്ല എന്ന ഒരു നിഗമനമാണ് CBI ഇതിൽ പറഞ്ഞിരുന്നത്. ജസ്ന മുക്കൂട്ടുതറയിലേക്ക് പോകുന്നു ഓട്ടോറിക്ഷയിൽ, അവിടെ നിന്ന് ബസ്സിൽ സഞ്ചരിക്കുന്നു. പക്ഷേ എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. കർണാടകയും ഗോവയുമടക്കം രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിലേക്ക് CBI അന്വേഷണ സംഘം എത്തിയിരുന്നു. ഇന്റർപോളിൻ്റെ സഹായം തേടിയിരുന്നു. മതപരിവർത്തനമോ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് പോകുന്നതോ ആയ കാര്യങ്ങളിൽ ഇതുവരെ തെളിവ് ലഭിച്ചില്ല എന്ന് CBI കോടതിയെ വ്യക്തമാക്കിയിട്ടുണ്ട്. മതപഠന കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തി മറ്റ് വിദേശ രാജ്യങ്ങളിൽ അത് ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടിയാണ് ജസ്ന അവിടേക്ക് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ അതിനൊന്നും തെളിവ് ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജസ്ന ജീവനോടെ ഉണ്ടോ എന്ന സംശയം ബാക്കിയാക്കിയുള്ള റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടാണ് ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ CBI റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നത് ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഒരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ മണിക്കൂറുകൾ ഈ തിരോധാനം സംബന്ധിച്ച് പരാതി ലഭിക്കുന്നു. അപ്പോൾ ഏറ്റവും ശക്തമായ അന്വേഷണം നടക്കേണ്ട ഒരു സമയം, ആ സമയത്ത് ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല. മാത്രവുമല്ല, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകളും വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ തടസ്സമായത് ഇത്തരത്തിൽ ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ വരുത്തിയ വീഴ്ചയാണ് എന്ന കാര്യം CBI റിപ്പോർട്ടിൻ്റെ ഭാഗമായും ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ജസ്നയുടെ പിതാവിനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് CBI വിധേയമാക്കി. പക്ഷേ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തെളിവുകൾ ലഭിച്ചിരുന്നില്ല. എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തേക്കുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മൊബൈൽ ഫോൺ പരിശോധിച്ചു, പക്ഷേ കാര്യമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. മറ്റാരെങ്കിലും വിളിച്ചതായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുന്ന അല്ലെങ്കിൽ മാറി നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ജസ്നയുടേത്. കൂടുതൽ ആളുകളുമായി ഇടപഴകുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം. അതേസമയം കോളേജിൽ സഹപാഠികൾ ഉണ്ടായിരുന്നു, അധ്യാപകർ, ഇവരെയൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്തു. മറ്റേതെങ്കിലും തരത്തിലുള്ള
ഒരു സൗഹൃദമോ ആ നിലയ്ക്കുള്ള യാത്രകളോ ഉണ്ടായിരുന്ന പെൺകുട്ടിയല്ല എന്ന കാര്യമാണ്. പക്ഷേ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ചില സുഹൃത്തുക്കൾ, വളരെ ചുരുക്കം ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിലെ ഈ പുരുഷ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത്. പക്ഷേ അതിലൊന്നും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. തറ കുഴിച്ചുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. CBI അന്വേഷണത്തിൽ ഒറ്റനോട്ടത്തിൽ ആ റിപ്പോർട്ട് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ജസ്ന ഈ പ്രദേശം വിട്ട് കൂടുതൽ സ്ഥലത്തേക്ക് പോയിട്ടില്ല. അതായത് മനോജ് അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണം നടന്നിരുന്നു. അപ്പോഴും ഉള്ളൊരു നിഗമനം ഒരു 15 കിലോമീറ്റർ ചുറ്റളവിന് അപ്പുറത്തേക്ക് ജസ്ന പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാധ്യതയാണ്. അവിടെയാണ് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. വനമേഖലയാണ്, ഉള്ളിലേക്ക് വനപ്രദേശത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാകുമോ, ഒരുപക്ഷെ മറ്റാർക്കും ഇതുവരെ കാണാത്ത തരത്തിൽ അങ്ങനെ അവിടെ എവിടെയെങ്കിലും അപായപ്പെടുകയും പിന്നീട് കണ്ടെത്താൻ കഴിയാതെ പോവുകയും ചെയ്തു തുടങ്ങിയ രീതിയിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു KG സൈമൺ അന്വേഷണ ഉദ്യോഗസ്ഥൻ. പക്ഷേ അദ്ദേഹം ടോമിൻ ജെ തച്ചങ്കരി ചില കാര്യങ്ങൾ പ്രകടിപ്പിച്ചത് അതൊരു പ്രത്യാശയുടെ കാര്യമായി പിന്നീട് അവതരിപ്പിക്കുകയായിരുന്നു. അതായത് ജസ്ന ജീവനോടെ ഉണ്ട്, അത് ബാംഗ്ലൂരോ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഉണ്ട് എന്ന തരത്തിൽ, അത് അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ കേസിൽ വഴിത്തിരിവാകുമെന്ന് ചില സൂചനകൾ. മാത്രവുമല്ല, ജസ്നയെ പല സ്ഥലങ്ങളിലായി കണ്ടു. അങ്ങനെ ഏതാണ്ട് 100-ലധികം ആളുകളാണ് അന്വേഷണ സംഘത്തിന് വിവരം നൽകിയത്. ജസ്നയെ പല സ്ഥലങ്ങളിലായി കണ്ടു എന്ന നിലയ്ക്ക് അവിടെയൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം കൃത്യമായ വിവരങ്ങളായിരുന്നില്ല. പിന്നീടാണ് CBI അന്വേഷണം വരുന്നതും ഇങ്ങനെ അവിടെയൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും വിനോദ്, ഈ ജസ്നയുടെ പിതാവ്, ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില ആക്ഷേപങ്ങളുണ്ട്. ഈ ജസ്നയെ കാണാതായത് മുണ്ടക്കയത്തിനും പുലിക്കുന്നിനും ഇടയ്ക്ക് വെച്ചാണ്. പക്ഷെ ആ കാണാതായ സ്ഥലത്തൊന്നും CBI സംഘം പരിശോധന നടത്തിയില്ല. അതോടൊപ്പം ജസ്നയുടെ ഒരു സുഹൃത്ത് ചതിച്ചതായി സംശയിക്കുന്നുണ്ട്. ജസ്നയുടെ കൂടെ പഠിച്ച 5 വിദ്യാർത്ഥികളെ കുറിച്ച് അന്വേഷിച്ചില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ അന്ന് CBI 2 ആഴ്ചത്തെ സാവകാശം ചോദിച്ചിരുന്നു. വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ ആക്ഷേപം, ജസ്നയുടെ പിതാവ് ഉന്നയിച്ച ആക്ഷേപങ്ങളിലൊക്കെ കൃത്യമായൊരു മറുപടി നൽകാൻ CBIക്ക് സാധിക്കുന്നുണ്ടോ വിനോദ്? ടോം, ഈ കേസിൽ 2 തരത്തിലാണ് അന്വേഷണം. അതായത് പ്രാദേശികമായി അന്വേഷണം, ജസ്നയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വനമേഖലകളുള്ള പ്രദേശമാണ്. ഒരുപക്ഷെ ആരെങ്കിലും ഈ യാത്ര ചെയ്തു പോയ പെൺകുട്ടിയെ, അധികം ആരോടും സംസാരിക്കാതെ ഉള്ള ഈ പെൺകുട്ടിയെ നേരത്തെ പരിചയമുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ വളരെ യാദൃശ്ചികമായി മറ്റാരെങ്കിലും ബലമായി കൊണ്ടുപോവുകയും അവിടെ അങ്ങനെ എന്തെങ്കിലും അപായപ്പെടുത്തുകയും ചെയ്തോ എന്നുള്ള ഒരു സംശയം. മറ്റൊന്ന് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് പുറത്തുപോയി. ഇതാണ് ഒരു സമയത്ത് വലിയ തോതിൽ കേരളത്തിൽ ഉയർന്നു വന്നൊരു വിഷയം. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മതപരിവർത്തനമുണ്ട് എന്ന തരത്തിലൊക്കെ വലിയ വാർത്തകളും അങ്ങനെയുള്ള ചില വിവരങ്ങളുമൊക്കെയും പുറത്തു വന്നിരുന്നു. അവിടെയാണ് CBI അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. അതിന് വ്യക്തമായ തെളിവുകളില്ല എന്നാണ് ആ അന്വേഷണ സംഘം പറയുന്നത്. മതപരിവർത്തനമോ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ, അങ്ങനെ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. അതിനവർ കാരണമായി പറയുന്നത് വിപുലമായ അന്വേഷണം നടത്തി എന്നതാണ്. 9 സംസ്ഥാനങ്ങളിലെങ്കിലും ജസ്നയെ തിരഞ്ഞുപോയി പ്രത്യേക സംഘങ്ങൾ അന്വേഷിച്ചു. വിദേശ രാജ്യങ്ങളിൽ സിറിയയോ അഫ്ഗാനിസ്ഥാനോ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി അന്വേഷിച്ചു. ഇപ്പോഴും ഇന്റർപോളിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ഉള്ള ആ ഒരു നടപടി അതേപടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതുവരെ അങ്ങനെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. അവിടെയാണ് CBI പറയുന്നത് അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള തെളിവോ സൂചനകളോ ലഭിച്ചാൽ തുടർന്നും അന്വേഷണം ഉണ്ടാകുമെന്നൊരു നിലപാടാണ് നേരത്തെ CBI എടുത്തത്. അത് ജസ്നയുടെ പിതാവ് ഈ അന്വേഷണം അവസാനിപ്പിച്ചുവെന്ന് കാട്ടി പരാതിയുമായി കോടതിക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് ഇത്തരമൊരു നിലപാടെടുത്തിട്ടുള്ളത്. പക്ഷേ നിലവിൽ അന്വേഷണം നിലച്ച മട്ടാണ്, അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ മാത്രം അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടിലാണ് CBI ഉള്ളത്. അവിടെയാണ് ഈ പ്രാദേശികമായ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ. ജസ്ന ആ പരിസരം വിട്ട് പോയിട്ടില്ല എന്ന നിഗമനം. കാരണം ഈ ഒരു പെൺകുട്ടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കേണ്ടതാണ്. ഫോൺ കോളുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ തരത്തിലുള്ള സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവിടെയാണ് ഈ ആദ്യഘട്ടത്തിലെ ഈ ആദ്യ മണിക്കൂറുകളിൽ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തെ വിമർശിച്ചുകൊണ്ടുള്ള CBIയുടെ നിലപാട്. സുപ്രധാനമായ മണിക്കൂറുകളിൽ ആ തെളിവുകൾ ശേഖരിക്കുന്നതിന്, അല്ലെങ്കിൽ ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിന്
ലോക്കൽ പോലീസ് തയ്യാറായില്ല. അതെല്ലാം തന്നെ തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കി. ഈ പ്രാദേശികമായ അന്വേഷണത്തിൽ ഇത് തന്നെയാണ് ഒരു വലിയ വീഴ്ചയായി, ഗുരുതരമായ ഒരു വീഴ്ചയായി സംഭവിച്ചതിന് പിന്നിലെന്ന് വിലയിരുത്തുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. ജസ്ന അങ്ങനെ ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞു ഈ വനമേഖലയൊക്കെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ തന്നെ കൂടുതൽ ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലം, അല്ലെങ്കിൽ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരുപക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടി പോവുകയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോവുകയോ ചെയ്ത എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ആ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് കണ്ടെത്താനുള്ള അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് ജസ്നയുടെ പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. പ്രാദേശികമായ അന്വേഷണത്തിൽ CBI വീഴ്ച വരുത്തുന്നു. ഈ രക്തം പുരണ്ട വസ്ത്രം അത് കൃത്യമായി പരിശോധിച്ചില്ല എന്നതടക്കമുള്ള ചില വിവരങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു വസ്ത്രം കണ്ടെടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് CBI അന്വേഷണ സംഘം പറയുന്നത്. ഇതെല്ലാം തന്നെ ശേഖരിക്കേണ്ടത് ഈ തെളിവ് ശേഖരണം നടത്തേണ്ടിയിരുന്നത് ലോക്കൽ പോലീസായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഉള്ള തെളിവുകൾ വെച്ച് അല്ലെങ്കിൽ ലഭിച്ച മൊഴികൾ വെച്ച് സാഹചര്യ തെളിവുകൾ അനുസരിച്ച് വിവരങ്ങൾ നൽകിയത്. ജസ്ന തിരോധാന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജസ്നയുടെ പിതാവിന്റെ ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ നിർദ്ദേശം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഭക്ഷണം തേടിയാവാം. സ്പോട്ട് ലൈവ് തുടരുന്നു. ബൈക്ക് മോഷണ സംഘങ്ങൾ കൊച്ചിയിൽ വ്യാപകം. ATM നിന്ന് പണമെടുക്കാൻ പോയ യുവാവിന്റെ സ്കൂട്ടർ മോഷ്ടിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ക്യാമറമാൻ ശ്യാംലാലിന്റെ വാഹനമാണ് നഷ്ടമായത്. ഇന്ന് രാവിലെ 8 മണിക്കാണ് സംഭവം ഉണ്ടായത്. ശ്യാംലാൽ രാവിലെ കലൂരിലുള്ള SBIയുടെ ATM നിന്നും പണമെടുക്കാൻ വേണ്ടി കയറിയതാണ്. അതായത് 5 മിനിറ്റിനുള്ളിലാണ് ഈ ബൈക്ക് മോഷണം നടക്കുന്നത്. ശ്യാംലാൽ ATMലേക്ക് കയറിയ സമയം ബൈക്കിൽ തന്നെയായിരുന്നു, സ്കൂട്ടറിൽ തന്നെയായിരുന്നു ഇതിൻ്റെ കീ ഉണ്ടായിരുന്നത്. പിന്നീട് വളരെ അതിവിദഗ്ധമായ രീതിയിൽ ശ്യാംലാലിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന മോഷ്ടാവ് അതിനുശേഷം ഈ ഇരുചക്ര വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഇതേപോലെ രീതിയിൽ ചില ഷോപ്പുകളിലോ അല്ലെങ്കിൽ ATMലൊക്കെ കയറുമ്പോൾ സ്കൂട്ടറൊക്കെ അതിൽ കീ വെച്ചിട്ട് നമ്മൾ പോകാറുണ്ട്. ഒരുപക്ഷെ അശ്രദ്ധ മാത്രമായിരിക്കില്ല, നമ്മൾ അതായത് കൺമുന്നിൽ തന്നെ വാഹനമുണ്ട്, ആരും വാഹനം എടുത്തുകൊണ്ട് പോകില്ല എന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെയൊക്കെ ചിന്തകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് കൃത്യമായും ഓരോ വാഹന യാത്രക്കാരെയും നിരീക്ഷിക്കുന്ന രീതിയിൽ രാവിലെ പോലും, അതായത് രാവിലെ 8 മണിക്കാണ് ഈ ഒരു മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ പോലും മോഷണ സംഘങ്ങൾ നഗരത്തിലടക്കം വ്യാപകമാകുന്നു, സജീവമാകുന്നതിന്റെ തെളിവല്ലേ ഈ മോഷണം? ഡാനി, ടോം, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഏതൊരാളെയും തട്ടിക്കാൻ, കബളിപ്പിക്കാൻ മറ്റൊരാൾ സദാസമയവും ജാഗരൂകനായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പൊതു തത്വം എന്ന് പറയുന്നത്. അതിൽ ഏത് നിമിഷവും ഏതെങ്കിലും രീതിയിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മൾ അപഹരിക്കപ്പെട്ടേക്കാം. ആ രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ പോകുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. കാരണം ശ്യാംലാല ഇവിടെയുള്ള ഈ ATMന് തൊട്ട് മുന്നിൽ, അത് നമ്മൾ എല്ലാ ദിവസവും ഓഫീസിലേക്ക് കയറി ഇറങ്ങുന്ന വാതിലിന് തൊട്ട് സമയമുള്ള ATMൽ അവിടേക്ക് വന്നപ്പോഴേക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാമെന്ന ധാരണയിലാണ് അദ്ദേഹം പെട്ടെന്ന് അകത്തേക്ക് പോവുകയെ തിരിച്ചെത്തിയില്ല. അത് പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് അത് സംഭവിക്കുന്നു എന്നതാണ്. പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഇയാൾ വാഹനവുമായി കടന്നു കളയുന്നൊരവസ്ഥയാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. വളരെ ക്യാഷ്വലായി അപ്പുറത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ ഭാഗത്തേക്ക് എത്തുന്നു. അത് സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു, അതിൽ താക്കോലുണ്ടായിരുന്നു എന്ന്. വന്നിരിക്കുകയും യാതൊരു ഭാവഭേദവുമില്ലാതെ സ്വന്തം വാഹനം എന്ന രീതിയിൽ തന്നെയാണ് അയാൾ കൈകാര്യം ചെയ്തത്. പുറത്തുനിന്ന് ആരെങ്കിലും നോക്കുമ്പോൾ, നമ്മൾ ഈ വിഷ്വൽസ് നോക്കുമ്പോൾ, ഒരാൾ സ്വന്തം വണ്ടി എങ്ങനെയാണോ എടുത്തുകൊണ്ട് പോകുന്നത്, യാതൊരു മറ്റ് ചലനങ്ങളോ ഒന്നുമില്ലാതെ, അങ്ങനെ സംശയിക്കപ്പെടേണ്ട ഒരു ബോഡി ലാംഗ്വേജും ഇല്ലാതെയാണ് അയാൾ അത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് കടന്നു കളയുകയും ചെയ്യുന്നത്. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, പല മോഷണങ്ങളും സംഭവിക്കുന്നത് ഇതുപോലെ ഈ പുറത്ത് കാത്തു നിൽക്കുന്ന ആരെങ്കിലുമൊക്കെയാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ ഇറങ്ങുന്നവർ, ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് കടയിലേക്ക് കയറി ഇറങ്ങുന്നവർ, ഇതേപോലുള്ള
ഈ കാഷ്വൽ വിസിറ്റിന് കയറി ഇറങ്ങുന്നവരിലെല്ലാമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെയുള്ള ആളുകളാണ് ഇത് കടത്തിയത് എന്നതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഒപ്പം ഈ നഗരത്തിൽ പലയിടങ്ങളിലും തന്നെയും വീണ്ടും പിടിച്ചോറി മോഷണം ഇതെല്ലാം തന്നെ വ്യാപകമാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരാണ്. കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു ക്രൈം റിപ്പോർട്ട് ചെയ്തത് മോഷ്ടിച്ചെടുത്ത വാഹനത്തിൽ മാല പൊട്ടിച്ചൊരാളെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്തരം ഈ സംഘങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഇതുപോലെ ഈ അപഹരിച്ച വാഹനങ്ങളായിരിക്കാം ഇത് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി അവർ അത് മാറ്റുന്നു. അത്തരം സംഘങ്ങളിൽപ്പെട്ടവർ തന്നെയായിരിക്കാം ഇതിന് പിറകിൽ എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എറണാകുളം നോർത്ത് പോലീസ് ഈ സംഭവം അറിഞ്ഞുടൻ സ്ഥലത്ത് പരിശോധിക്കുകയും പല വാർത്തകളും കണ്ടതാണ്. തിരുവനന്തപുരത്തും കാസർഗോഡുമൊക്കെ ഈ മാല പൊട്ടിക്കുന്ന സംഘങ്ങളെ പിന്നീട് അവരെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഈ മോഷ്ടിച്ച ബൈക്കിലെത്തിയാണ് മാല മോഷണം നടന്നതെന്ന് കൃത്യമായി തെളിഞ്ഞിരുന്നു. മാത്രമല്ല കോഴിക്കോട് ഒരു യുവതിയെ കൊലപ്പെടുത്തിയ മോഷണത്തിന് വേണ്ടി മാല പിടിച്ചു പറിക്കാൻ വേണ്ടി യുവതിയെ കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണവും പിന്നീട് പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച ബൈക്കിലാണ്, മോഷ്ടിച്ച ഇരുചക്ര വാഹനത്തിലാണ് ഈ മോഷ്ടാവ് എത്തിയത്, ഈ കൊലയാളി എത്തിയതെന്ന് കൃത്യമായും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഈ രീതിയിൽ ഈ ബൈക്ക് മോഷണ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം ബൈക്കിനേക്കാളപ്പുറം ഇതേ രീതിയിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അതുതന്നെ ആയിരിക്കില്ല. ആ രീതിയിലാണോ പോലീസിന്റെ സംശയവും അന്വേഷണവും ഒക്കെ ആ രീതിയിലാണോ നീങ്ങുന്നത്? പോലീസിന്റെ സംശയവും അന്വേഷണവും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ മോഷ്ടാക്കൾക്കൊപ്പം തന്നെയാണ് ഈ മയക്കുമരുന്ന് വലിയ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ശൃംഖല കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അടുത്തിടെ പിടികൂടിയ കൂടുതൽ കേസുകളും തന്നെയും ഇരുചക്ര വാഹനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ മോഷണം നടത്തുന്നവരും അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളിൽ വിതരണം നടത്തുന്നവരും എല്ലാം തന്നെ ഈ രീതിയിലുള്ളതാണ്. അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇതുപോലെ കടത്തിക്കൊണ്ടുവരുന്ന ഈ പല സംഘങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലെല്ലാം തന്നെ അവർക്ക് എളുപ്പത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നത് ഇങ്ങനെ മോഷ്ടിച്ചെടുക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ഇത് ആളുകളിലേക്ക് എത്തുന്നത് മാത്രമല്ല അവർക്കൊരു ഉത്തരവാദിത്വം ഈ കാര്യത്തിലൊന്നുമില്ല. അവർ കിട്ടുന്ന വാഹനങ്ങളിൽ അവർ മോഷണം നടത്തുകയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുകയോ എല്ലാമായിട്ട് ആ രീതിയിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെട്ടു എന്നതാണ്. പലപ്പോഴും നമുക്കറിയാം ഈ മോഷ്ടിച്ചെടുത്ത വാഹനത്തിന് പിഴ ഈടാക്കി ഈ പുതിയ ക്യാമറ സംവിധാനങ്ങളെല്ലാം വന്നുകൊണ്ട് അതിന് പിഴ ഈടാക്കുമ്പോൾ അത് ഉടമസ്ഥനിലേക്ക് ആ പിഴ തുക വന്ന് അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ പറയുന്നു ഈ വാഹനം നഷ്ടപ്പെട്ടിട്ട് കുറേ നാളായി എന്ന് പറയുമ്പോൾ മാത്രമാണ് ഇത് മോഷ്ടിച്ചെടുത്ത വാഹനമാണ്, അതിനാണ് ഈ പിഴ വന്നുകൊണ്ടിരുന്നത്, അത് മോഷ്ടാക്കളാണ് ഇതിൽ വിഹരിച്ചിരുന്നത് എന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ വാർത്തകൾ വന്നതാണ്. അപ്പോൾ ഈ സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയാണ് പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ കടത്തുന്നത്. വളരെ ശ്രദ്ധിക്കുക. ആരായാലും വാഹനങ്ങളിൽ താക്കോൽ എന്തുകൊണ്ട് എടുത്തില്ല എന്ന പ്രാഥമികമായ ചോദ്യം കുറ്റപ്പെടുത്തലും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ചെറിയൊരു അശ്രദ്ധ ഈ രീതിയിലേക്കുള്ള ഇങ്ങനെ കാത്തിരിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ടോം, ഡാനി, നമ്മൾ ഈ സംഭവം നടന്ന് ശ്യാംലാൽ ഉടൻ തന്നെ എറണാകുളം നോർത്ത് പോലീസിൽ പരാതിപ്പെട്ടു, കൺട്രോൾ റൂമിൽ അറിയിച്ചു. അതിവേഗത്തിൽ തന്നെ ശ്യാംലാലിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിനെ അറിയിക്കേണ്ടതായ നടപടികളും പരാതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഈ സമയം ഇപ്പോൾ സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ മോഷ്ടാവ് ജില്ല വിടാനുള്ള സാഹചര്യമുണ്ടോ ഡാനി? ടോം, വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ആക്ഷൻസ് ഉണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തുകയും CCTV പരിശോധിക്കുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ സ്ഥലത്തിന് തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ എവിടേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്താലും അവിടെ എല്ലാം തന്നെ ആ കടകൾക്ക് പുറത്ത്, ഇത് നഗരപ്രദേശമാണ്, സ്വാഭാവികമായും കടകൾക്ക് പുറത്തെല്ലാം തന്നെ ക്യാമറ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ പോലും ഇയാൾ വളരെ പെട്ടെന്ന് അതിൽ വിദഗ്ധനാണ് എന്ന് തന്നെ പോലീസ് കരുതുന്നു. വളരെ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം തന്നെ മറഞ്ഞിട്ടുണ്ട്. പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് തൊഴിലാക്കിയവർ തന്നെയാണ്, ഇങ്ങനെയും തൊഴിലെടുക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ തൊഴിലാക്കിയവർ തന്നെ ആ മോട്ടോർ സംഘങ്ങൾ തന്നെയാണ് ഇതിന് പിറകിലുള്ളത് എന്ന് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇത് പൊളിച്ചു വിൽക്കാനുള്ള അത്തരം സംഘങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാളും ലാഭകരമായ കാര്യങ്ങൾ അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക എന്നതാണ്. നമുക്ക് ഒരു സുഹൃത്തിൻ്റെ വാഹനം നഷ്ടപ്പെട്ടു, അതിലുള്ള ഒരു സങ്കടവും അമർഷവും എന്നതിനപ്പുറം ഈ രീതിയിലുള്ളൊരു സംഘങ്ങൾ ഇപ്പോഴും വിഹരിക്കുന്നു എന്നതാണ്. ചെറിയ അശ്രദ്ധ മുതലാക്കിക്കൊണ്ട് വലിയ രീതിയിലേക്ക് ഈ
ഡ്രഗ് ട്രാഫിക്കിന് മറ്റും ഉപയോഗിക്കുന്ന ഈ വാഹനങ്ങൾ തട്ടിയെടുത്ത് ഉപയോഗിക്കുന്ന സംഘങ്ങളെല്ലാം തന്നെ യഥേഷ്ട വിഹരിക്കുന്നു എന്നതാണ്. ഇതിനെ നിലയ്ക്ക് നിർത്താനോ അമർച്ച ചെയ്യപ്പെടാനോ കഴിയുന്നില്ല. ഒരു ഭാഗത്ത് അത് ഒതുക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് മറ്റൊരു സംഘങ്ങളായി തന്നെ അത് വളരുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഇത് മാറിയിരിക്കുന്നു എന്നതാണ്. ഒരു നിമിഷം കൊണ്ട് തന്നെ അത് മോഷണം നടത്തി പെട്ടെന്ന് മറയുന്നവരിൽ ഒരുപാട് പേർ ഈ നഗരത്തിൽ നമുക്കിടയിൽ എല്ലായിടത്തും തന്നെ ഉണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറെ ശ്യാംലാലിനെ സംബന്ധിച്ച് ഏറെ ഞെട്ടൽ ഉളവാക്കിയ സംഭവമാണ്. ശ്യാംലാലിനെ മാത്രമല്ല, സാധാരണ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതേപോലെ അശ്രദ്ധമായ രീതിയിൽ വാഹനത്തിൽ നമ്മുടെ താക്കോൽ അല്ലെങ്കിൽ കീ അത് അവിടെ തന്നെ വെച്ചിട്ട് മറ്റ് കടകളിലേക്കും ATM-ലേക്കൊക്കെ പോകാറുണ്ട്. ഒരു ജാഗ്രത വേണമെന്ന നമുക്ക് ഓരോരുത്തർക്കും, ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഒരു ജാഗ്രത വേണമെന്ന ഒരു കാര്യം കൂടിയാണ് ഈ മോഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മോഷ്ടാവിന് ഉടൻ തന്നെ പിടിയിൽ കൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ ഒരു ആക്രമണ കേസാണ്. താമരശ്ശേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിയിലും അക്രമത്തിലുമാണ് അവസാനിച്ചത്. 18-കാരനായ ഷഹലും നൌഷാദ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറും തമ്മിലുള്ള വാക്കുതർക്കത്തിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. നൌഷാദ് കണ്ണൂരിൽ നിന്നെത്തിച്ച സഹോദരനും കൂട്ടുകാരും ഷഹലിനെ ക്രൂരമായി മർദ്ദിച്ചു. മറുപടിയായി നൌഷാദിനെ മർദ്ദിച്ച നാട്ടുകാർ ഇയാളുടെ ഓട്ടോറിക്ഷയും തകർത്തു. അക്രമ സംഭവങ്ങളിൽ കേസെടുത്ത പോലീസ് ഷഹലിനെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തതെന്ന പരാതി കൂടിയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആദ്യഘട്ടത്തിൽ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം, സാമൂഹ്യ വിരുദ്ധർ ഓട്ടോറിക്ഷ നശിപ്പിച്ചു എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ വന്നത്. ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ് അനീഷ്? ടോം, കഴിഞ്ഞ ദിവസം അക്രമം നടന്നപ്പോൾ തന്നെ നൌഷാദ് വിളിച്ചു പറഞ്ഞ വിവരങ്ങളാണ് പല ഇടങ്ങളിലും പ്രചരിപ്പിക്കപ്പെട്ടത്. അതായത് നൌഷാദിന്റെ വീട്ടിലേക്ക് ആളുകളുടെ ആക്രമണമുണ്ടായി, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായി എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഉണ്ടായത്. എന്നാൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് രണ്ട് അയൽക്കാർ, അതായത് രണ്ട് വീടുകളുടെ അകലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന രണ്ട് അയൽക്കാർ തമ്മിലുണ്ടായ പ്രശ്നമാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നീങ്ങിയത്. താമരശ്ശേരി പരപ്പൻപോയിൽ കതിരോട് എന്ന സ്ഥലത്താണ് ഈ നൌഷാദിന്റെയും അയൽവാസിയായ സഹലിന്റെയും വീട്. സഹലും ഈ നൌഷാദുമായി നേരത്തെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം സഹലിന്റെ വീടും ഈ നൌഷാദിന്റെ വീടും അടുത്തടുത്താണ്. സഹൽ വഴിയിൽ കൂടി പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ പിറകിലെത്തി പലപ്പോഴും ഈ നൌഷാദ് ഉച്ചത്തിൽ ഹോൺ മുഴക്കാറുണ്ട്, പലപ്പോഴും അസഭ്യമായ വാക്കുകൾ പറയാറുണ്ടെന്നുമൊക്കെ ഈ സഹലിന്റെ കുടുംബം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1-2 തവണ വാക്കുതർക്കത്തിൽ ഇരു കുടുംബങ്ങളും തമ്മിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ രൂക്ഷമായ വഴക്ക് ഉണ്ടായി. പിന്നീട് ഈ നൌഷാദിന്റെ കുടുംബത്തിലുള്ള ആളുകൾ, അതായത് കണ്ണൂർ സ്വദേശിയാണ് നൌഷാദ്, ഈ ഭാഗത്ത് വന്ന് താമസിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഈ നൌഷാദിന്റെ സഹോദരനും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് ഈ പരപ്പൻപോയിൽ എത്തുകയും അവിടെ വെച്ച് വീണ്ടും ഈ സഹലുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയുമാണ് ചെയ്തത്. ആ സഹലിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇതിനകം പുറത്തു വന്നിട്ടുമുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഈ പരിക്കേറ്റ സഹലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഒപ്പം ഈ നൌഷാദും ഷാഖലും രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്യുന്നു. താമരശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സഹലിനെ പിന്നീട് കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ സഹലിന് ക്രൂരമായ മർദ്ദനം ഏറ്റ സാഹചര്യത്തിൽ നാട്ടുകാർ, ഈ സഹലിന്റെ ബന്ധുക്കളും ഈ സൗഹൃദ പ്രദേശത്തുള്ള നാട്ടുകാരും ഒക്കെ കൂടി പിന്നീട് നൌഷാദിന്റെ വീട്ടിലേക്ക് എത്തുകയും നൌഷാദുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. നൌഷാദിനെ മർദ്ദിച്ച നാട്ടുകാർ നൌഷാദിന്റെ ഓട്ടോറിക്ഷ തകർക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വീണ്ടും ഇരുപക്ഷവും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ പരാതിയിൽ കേസെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടാണ് രണ്ടു പക്ഷത്തിനെതിരെയും കേസെടുത്തെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലായ 18-കാരനായ സഹലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സഹലിന്റെ ഉമ്മ അടക്കമുള്ളവർ പരാതി നൽകിയെങ്കിൽ പോലും നൌഷാദിനെ ഇനിയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇതിൽ തികഞ്ഞ പക്ഷപാതമുണ്ട് എന്നാണ് സഹലിന്റെ കുടുംബം ആരോപിക്കുന്നത്. കാരണം നേരത്തെ ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഈ നൌഷാദിന്റെ പരാതി ആദ്യം ആരാണ് അനീഷ് പരാതിപ്പെട്ടത്? ഇപ്പോൾ ഈ ഷഹലിനെ ഓട്ടോറിക്ഷ തകർത്തുമായി ബന്ധപ്പെട്ട കേസിലാണോ ഷഹലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? പോലീസ് ഇപ്പോൾ ഈ ഷഹലിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഏകപക്ഷീയമായ രീതിയിൽ പോലീസ് നടപടി സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
തീർച്ചയായും നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം ഒരു നാട്ടിൽ അയൽവാസികൾ തമ്മിൽ 2 വീട് അകലത്തിലുള്ള അയൽവാസികൾ തമ്മിൽ പരസ്പരം ഒരു വാക്കേറ്റവും അത് പിന്നെ നേരിയ കയ്യാങ്കളിയിലേക്കും നീങ്ങുന്നു. ഇരുപക്ഷവും ആ സമയത്ത് തന്നെ പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ അക്കാര്യത്തിൽ അന്ന് നടപടി ഉണ്ടാവുന്നില്ല. പിന്നീട് അടുത്തയാൾ, അതിൽ താരതമ്യേന മുതിർന്നയാളെന്ന് വിശേഷിപ്പിക്കാവുന്ന നൌഷാദ്, കണ്ണൂരിൽ നിന്നും സഹോദരങ്ങളെയും അദ്ദേഹത്തിന്റെ ചില കൂട്ടാളികളുമാണ് ഗുണ്ടകളാണ് എന്നാണ് സഹലിന്റെ കുടുംബം ആരോപിക്കുന്നത്. അവർ എത്തുകയും വലിയ അസഭ്യവർഷത്തോടുകൂടി ഈ 18-കാരനായ യുവാവിനെ കാര്യമായി തന്നെ മർദ്ദിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, സഹലിന്റെ ഉമ്മയും ആ സഹോദരിയും ഒക്കെ ചേർന്നാണ് വളരെ പണിപ്പെട്ട് അവിടെ നിന്നും സഹലിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. കഴുത്തിലും മറ്റുമൊക്കെ കുത്തിപ്പിടിച്ച് തോർത്തും മറ്റുമൊക്കെ ചുറ്റി ആക്രമിക്കുന്ന ദൃശ്യങ്ങളും കാണാം. ഈ സംഭവത്തിന് ശേഷവും പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ സഹൽ മടങ്ങുന്നത് പോലീസിൽ പരാതി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു പരാതി നൽകിയിട്ടും ആ പരാതിയിൽ കാര്യമായ നടപടികൾ ഉണ്ടാവാതിരിക്കുകയും പിന്നീട് ഈ നാട്ടുകാർ സംഘടിച്ചെത്തി ഈ ഒരു 18-കാരനായ യുവാവിനെ മർദ്ദിച്ചതിലുള്ള അതും പുറത്തുനിന്നുള്ള ആളുകളെ എത്തിച്ച് മർദ്ദിച്ചതിലുള്ള ഒരു പ്രതിഷേധമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നിയമം കയ്യിലെടുക്കുന്ന നടപടിയാണ്, അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിൽ നാട്ടുകാർ വന്ന് ഈ നൌഷാദിനെ കയ്യേറ്റം ചെയ്യുകയും നൌഷാദിന്റെ വാഹനം തകർക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ആശുപത്രിയിൽ കഴിയുന്ന സഹലിനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏകയാളും സഹൽ തന്നെയാണ്. പക്ഷേ നൌഷാദിനെതിരെ കേസെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പരാതിയിൽ കേസെടുത്തു എന്ന് പറയുന്ന പോലീസ് എന്തുകൊണ്ട് നൌഷാദിനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ആ സഹലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. എന്തായാലും 2 അയൽപക്കംകാർ തമ്മിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്നിടപെടുന്നു. അവർ ക്രൂരമായി ഒരു യുവാവിനെ, ഒരു 18-കാരനെ മർദ്ദിക്കുന്നു. ആ മർദ്ദിച്ചപ്പോൾ നാട്ടുകാർ ഈ കണ്ണൂരിൽ നിന്നും എത്തിയ ആളുകളോട് വാക്കേറ്റമുണ്ടാക്കുകയും അത് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഒരാൾക്കെതിരെ മാത്രം എന്തുകൊണ്ട് നടപടി, അല്ലെങ്കിൽ ഒരാളെ മാത്രം എന്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്തു എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ വിശദീകരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചത്. 2 പേരും ഷഹലും നൌഷാദും കുറ്റക്കാരാണെന്ന് വ്യക്തമാണ്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസിൽ മുഖ്യപ്രതി രൂപേഷിന് 10 വർഷം കഠിന തടവും 1,70,000 രൂപ പിഴയും ശിക്ഷ. UAPA നിയമപ്രകാരം തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഗൂഢാലോചന നടത്തി CPI മാവോയിസ്റ്റ് സംഘത്തിൽ അംഗമായി എന്നീ കുറ്റങ്ങൾക്കാണ് 10 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. 4ാം പ്രതി കന്യാകുമാരിക്ക് 6 വർഷം തടവും 7ാം പ്രതി അനൂപിന് 8 വർഷം തടവുമുണ്ട്. 8ാം പ്രതി ബാബുവിനെതിരെയും കോടതിയുടെ ഭാഗത്തു നിന്നും തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എത്ര വർഷം മുൻപ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്? ടോം, 2014 വയനാട് വെള്ളമുണ്ടയിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മാവോയിസ്റ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഇവർ അവിടെ സിവിൽ പോലീസ് ഓഫീസറായ AB പ്രമോദ് എന്നയാളുടെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ച് കയറുകയും തോക്ക് ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ അമ്മയും അത് മറ്റു കുടുംബാംഗങ്ങളെയും എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ പ്രമോദിൻ്റെ, സിവിൽ പോലീസറായ പ്രമോദിൻ്റെ വാഹനം ഇരുചക്ര വാഹനം അത് കത്തിച്ചു. അതോടൊപ്പം തന്നെ വീട്ടിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് അവിടെ മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതറുന്നു. അവിടെ ഒരു പോസ്റ്റർ പതിപ്പിക്കുന്നു, ഒറ്റുകാർക്ക് ഇതാണ് പ്രതിഫലം എന്ന രീതിയിൽ പോസ്റ്റർ പതിപ്പിക്കുന്നു. ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് തുടർന്ന് കേസ് ഉണ്ടാകുന്നത്. ഇതിൽ പ്രമോദ് മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് ഈ ആക്രമണം ഇയാൾക്ക് നേരെ അഴിച്ചുവിടുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെല്ലാവരും തന്നെ പിടിയിലാവുന്നത്. 8 പേരാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ മാപ്പുസാക്ഷിയായിരുന്നു, രജീഷ് എന്ന് പറയുന്ന ആൾ മാപ്പുസാക്ഷിയായിരുന്നു. 2 പേരെ ഇനിയും പിടികിട്ടാനുണ്ട്. ജയണ്ണനും സുന്ദരിയും എന്ന് പറയുന്ന 2 പേർ കൂടി കേസിൽ പിടികിട്ടാനുണ്ട്. ഇതിൽ പ്രതിയായിരുന്ന അജിത, അവർ 2019 അഗളിയിലുണ്ടായിരുന്ന പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ളവർക്കാണ് ഇനി കേസിൽ 2 പേരെ കൂടി കിട്ടാനുണ്ട്. ഒപ്പം ഇപ്പോൾ ഉള്ളവർക്കാണ് ഇപ്പോൾ NIA കോടതി 2 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ 1ാം പ്രതിയായ രൂപേഷിന് വിവിധ വകുപ്പുകൾ പ്രകാരം ഏതാണ്ട് 54 വർഷത്തെ ശിക്ഷാവിധിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇത് ഒരുമിച്ച് അനുഭവിക്കുക എന്നതിന് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ
ശിക്ഷ ഏത് വകുപ്പിനാണോ ലഭിച്ചിരിക്കുന്നത് അതിലാണ് കൂടുതൽ അനുഭവിക്കുന്നത്. അങ്ങനെ തന്നെ 10 വർഷത്തെ കഠിന തടവും ഒപ്പം തന്നെ 1,70,70,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. കന്നി എന്ന് വിളിക്കുന്ന കന്യാകുമാരിക്ക് 4ാം പ്രതിയാണ് കേസിൽ. ഇവർക്കും 6 വർഷത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 90,000 രൂപ പിഴ വിധിച്ചിട്ടുണ്ട്. 8ാം പ്രതിയെ ആയ ഇബ്രാഹിം, ബാബു എന്ന് വിളിക്കുന്ന ഇബ്രാഹിമിനും 6 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ അനൂപ് മാത്യുവിനാണ്, 7ാം പ്രതിയായ അനൂപ് മാത്യുവിനാണ് പിന്നീട് 8 വർഷത്തെ തടവ് വിധിച്ചിട്ടുള്ളത്. ഇവർ കുറ്റം ചെയ്തതായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് വകുപ്പുകൾ പ്രകാരം UAPA വകുപ്പ് പലതിലും നിലനിൽക്കുന്നതാണ് എന്നതടക്കം കോടതി കണ്ടെത്തുകയുണ്ടായി. ഇതിൽ പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാലയളവിൽ, വിചാരണ കാലയളവിൽ ഏതാണ്ട് 104ഓളം പേരെ ഇതിൽ സംഭവത്തിന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിസ്തരിച്ചിരുന്നു. അതിൽ 6 പേർ സംരക്ഷിത സാക്ഷികളായിരുന്നു. ഇവർക്ക് വേണ്ടി പ്രത്യേക രീതിയിലാണ് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. ഇത് നിലവിലുള്ള നിയമത്തിനും രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിക്കും എല്ലാം തന്നെ വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസിലാണ് മുഖ്യപ്രതി രൂപേഷിന് 10 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൂട്ടുപ്രതികളായ മറ്റ് 3 പേർക്കും കോടതിയുടെ ഭാഗത്തുനിന്നും ശിക്ഷാവിധിയുണ്ടായി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.